ഇപ്പൊ തന്നെ ജനങ്ങള് ബാലരാമപുരത്ത് ജനങ്ങൾ മുന്നോട്ട് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കെട്ടിക്കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? എനിക്ക് അത്ഭുതപ്പെട്ടു. എന്നെ അവർ വന്ന് കണ്ടു പറഞ്ഞു, സാറേ ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ പണിയാണ്, ജനങ്ങൾ പൈസ തിരിച്ചു കൊടുത്ത് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസ് പണിയാണ്. അപ്പൊ അത്തരം ഒരു ഫീലിംഗ്, എന്റെ പോലീസ് സ്റ്റേഷനാണ്, എന്റെ CI ഓഫീസാണ്, ഇത് വൃത്തിയായി കിടക്കണം. ഏറ്റവും ഞാൻ മുൻഗണന കൊടുക്കുന്ന ഈ ആവശ്യമില്ലാത്ത ആക്രി സാധനങ്ങൾ മുഴുവൻ മണലോറി പിടിക്കുന്നു. ആ മണലോറിയുടെ അകത്ത് മരം കിളിച്ചു നിൽക്കുകയാണ്, എന്നാൽ പോലും അത് മാറ്റത്തില്ല. ഏറ്റവും പ്രധാനമായി ഞാൻ DGP-യുമായി സംസാരിച്ച് തീരുമാനമെടുത്തത്, ഇത്തരം വാഹനങ്ങളൊക്കെ ഒന്നുകിൽ ഇത് തൂക്കി വിൽക്കണം, അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് മാറ്റണം. അത് കോടതിയിലുണ്ടെങ്കിൽ അത് കോടതിയിൽ പറഞ്ഞിട്ട് മാറ്റണം. പലയിടത്തും പാമ്പും പഴുതാരയും വന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് ആൾ കയറാൻ വയ്യാത്ത അവസ്ഥയാണ്. അതെല്ലാം ഇപ്പം ഓഗസ്റ്റ് 15 കൂടി ഇതെല്ലാം മാറാൻ പോകും. എവിടെങ്കിലും മാറ്റിയില്ലെങ്കിൽ അവിടുത്തെ SHOയ്ക്ക് ആയിരിക്കും അതിന്റെ ചുമതല, അതിന്റെ ഉത്തരവാദിത്വം, അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാവും. എല്ലാ പോലീസ് സ്റ്റേഷനും കഴുകി വൃത്തിയാക്കി. നമ്മൾ തമിഴ്നാട്ടുകാരുടെ ബസ് കണ്ടിട്ടുണ്ടോ? അവരുടെ ട്രാൻസ്പോർട്ട് ബസ് രാവിലെ ഡ്രൈവറും കണ്ടക്ടറും പറഞ്ഞ ബസ് കഴുകി വൃത്തിയാക്കി ഒരു മാലയിട്ട് ഒരു ചന്ദനത്തിന് കത്തിച്ച് വെച്ചാൽ ഒരു ബസ് ഓടിക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും KSRTC ബസ്സിൽ ഏതെങ്കിലും ഒരു ഡ്രൈവറോ കണ്ടക്ടറോ ആ ബസ്സിന്റെ പുറത്ത് ഒരു തൊട്ടി വെള്ളം കുടിക്കാൻ തമിഴ്നാട്ടിൽ നമ്മളെപ്പോഴും കാണേണ്ട കാര്യമാണ്. അപ്പൊ ഒരു ഫീലിംഗ് വേണം, ഇറ്റ് ഈസ് മൈൻ, ഇത് എന്റേതാണ്. ഗവൺമെന്റ് എന്ന് പറയുന്ന ആരുടെ? ജനങ്ങളുടേതാണ്. ഗവൺമെന്റ് സ്ഥാപനം ആരുടെയാണ്? ജനങ്ങളുടെ സ്ഥാപനമാണ്. പോലീസ് സ്റ്റേഷൻ ജനങ്ങളുടെ സ്ഥാപനമാണ്. KSRTC നമ്മുടെ സ്ഥാപനമാണ്. സർക്കാർ നമ്മുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കുന്നതാണ് ഇതെല്ലാം. പക്ഷെ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ഇന്ന് കേരളത്തിൽ വൻപിച്ച മുന്നേറ്റമാണ്. എല്ലാവരും പിന്നെ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ജനങ്ങൾ ആ പദ്ധതി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ പ്രധാനമന്ത്രി തന്നെ ആ പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സന്തോഷമുള്ള കാര്യമാണ്. കേരളത്തെ ലഹരി വിമുക്തമാക്കാൻ, മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ നമ്മൾ കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അടുത്ത ഘട്ടം നമ്മൾ ഉടൻ ആരംഭിക്കുകയാണ്. ഇതുവരെ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട്, കോളേജുകളുമായി ബന്ധപ്പെട്ട്, ക്ലബുകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടന്നിരുന്നെങ്കിൽ സാമൂഹ്യ സംഘടനകൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, മതസംഘടനകൾ എല്ലാവരും ഇതിന് മുമ്പിലുണ്ട്. എല്ലാ പ്രതിപക്ഷ MLA-മാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അടുത്ത ഘട്ടം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള അവരുമായി ചേർന്ന് തുഫാൻ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പദ്ധതി ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുമായി സംസാരിച്ച് അതിന്റെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുകയാണ്. എത്രയും പെട്ടെന്ന് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും, ഗ്രാമസഭകളും, എല്ലാ ജനങ്ങളും, ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന വിപുലമായ തുഫാൻ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ പോവുകയാണ്. എല്ലാ പഞ്ചായത്ത് ഓഫീസിലും തുഫാൻ പതാകകൾ ഉയർത്തിക്കൊണ്ട് കേരളമൊട്ടാകെ ഓപ്പറേഷൻ തുഫാന് വേണ്ടിയിട്ടുള്ള ജനകീയ മുന്നേറ്റമാണ് അടുത്ത ഘട്ടം. ഇത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കില്ല. മയക്കുമരുന്ന് ലോബി കരുതുന്ന ഇതങ്ങ് നിൽക്കാൻ പോവാണ്, നിൽക്കും. ഇത് നിൽക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? കേരളത്തിൽ മയക്കുമരുന്ന് ഇല്ലാതാകുന്ന ദിവസം മാത്രമേ ഓപ്പറേഷൻ തുഫാൻ അവസാനിക്കൂ. കേരള പോലീസിൽ പ്രത്യേക സംവിധാനം ഇതിനുണ്ടാവുകയാണ്. നോഡൽ ഓഫീസർ, ഒരു IG നിലത്തിലുള്ള നോഡൽ ഓഫീസർ, താഴെ DYSP, CI, SI ഉൾപ്പെടെയുള്ള ഒരു ഔദ്യോഗിക സംവിധാനം നാർക്കോട്ടിക് പിടിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. അതിനുവേണ്ടി എല്ലാവരുടെയും സഹായം കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. പത്തനംതിട്ട ഒരു മോഡൽ ജില്ലയായി, കേരള പോലീസിന്റെ ഒരു മോഡൽ ജില്ലയായി പത്തനംതിട്ട ജില്ല മാറുകയാണ്. ഞങ്ങൾക്ക് 20 പോലീസ് ജില്ലയുണ്ട്. റവന്യൂ ജില്ല 14 ആണെങ്കിലും പോലീസിന് 20 പോലീസ് ജില്ലയുണ്ട്. ആ 20 പോലീസ് ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ശബരിമല കൂടിയുള്ള സ്ഥലമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ജില്ലയായി
ISO സർട്ടിഫിക്കറ്റോട് കൂടി ഇത് മാറുന്നു. ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ്.